ഇനി ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അയാളെ ഖബറടക്കുക എന്നുള്ളത് ഒരു മൂമിനിൻ്റെ ആ നാട്ടിലുള്ള എല്ലാവരുടെയും നിർബന്ധമായ കാര്യമാണ്. അതിൽ ഒരാൾ ചെയ്താൽ മറ്റുള്ളവർ ആ കുറ്റത്തിൽ നിന്ന് മോചിതനാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ പെട്ടെന്ന് ഖബറടക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അപ്പം അതിന് പറയുന്നത് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹും പിടിച്ചിട്ട് ഒരു മലക്ക് ഇങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് നിൽക്കും. എന്നിട്ട് നമ്മളതിനെ ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറിൽ വെച്ച് തലക്കീന് ഓതുന്ന സമയത്ത് ഇതിനെ കൊണ്ടുപോകപ്പെടും. അതായത് ബർസഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുക. നല്ലതാണെങ്കിൽ ഇല്ലീനിലേക്കും അല്ലാത്ത മോശം ആളുകളുടെ ആത്മാവ് സിജിയിലേക്കും പോകും. അവിടെ പിന്നെ ആ ആത്മാവ് തുടരും. അതായത് അന്ത്യനാളിൽ ഇസ്രാഫിൽ രണ്ടാമത്തെ സൂറെന്ന കാലത്തിൽ ഓതുന്ന സമയത്താണ് അത് അവിടുന്ന് രണ്ടാമത് ജനിച്ചു വരിക. മനുഷ്യൻ അവൻ്റെ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ഈ ആത്മാവ് ബർസഖിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ ഇല്ലയിലോ സിജിയിലോ ഉള്ള ആത്മാവ് പോയിട്ട് ഇവരുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് നാളെ പരലോകത്തെ ഹാജരാക്കപ്പെടും എന്നുള്ള രീതിയിലാണ് ഇസ്ലാം ഇതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരിക്കലും ആത്മാവ് ഭൂമിയിൽ തുടരില്ല. അപ്പോൾ റൂഹാനി എന്ന് പറയുന്നത് ശരിക്കും മരിച്ച ആളുടെ ആത്മാവല്ല. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് പടച്ചോൻ ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഏർപ്പാടാക്കും. ജിന്ന് കരീൻ എന്ന് പറയുന്ന ഒരു ജിന്നാണ്. അത് മനുഷ്യന് ദുർബോധം നടത്തും. മലക്ക് മനുഷ്യന് നേരായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആരുടേതാണ് കേൾക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മലക്കുകളുടെ ലോകത്തേക്ക് പോകും. അത് പിന്നെ ഇവിടെ ഭൂമിയിൽ തുടരുന്നില്ല. മലക്കിൻ്റെ ലോകം വേറെയാണ്. നേരെ മറിച്ച് ഈ ജിന്ന് നമ്മളെ കരീന് ഇവിടെ തന്നെ തുടരും. കാരണം ജിന്നുകളുടെ രോഗം ഭൂമി തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ കരീന് വേണമെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ റൂഹാനി അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു പിശാച് തന്നെയാണ്. അല്ലാതെ മനുഷ്യൻ്റെ ആത്മാവ് പ്രേതം ഒരിക്കലും ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ തുടരൂല. അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല. അത് വേറൊരാളെ ശരീരത്തിൽ ഒരിക്കലും കയറൂല. സൂറത്തുൽ മുഅ്മിനീനിൽ 99-100 ആയത്തുകൾ പടച്ചോൻ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മരണം വന്നു കഴിയുമ്പം എന്നെ തിരിച്ചയക്കണേ എന്ന് ആത്മാവ് പറയും. അപ്പം ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസപ്രകാരം ഒരിക്കലും ആത്മാവ് ഭൂമിയിൽ തുടരില്ല. അത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഹദീസുകളും അത് പറയുന്നുണ്ട്.